പ്രിയപ്പെട്ടവരെ, A1 ന്യൂസിലേക്ക് സ്വാഗതം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഭവന സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന തിരക്കിനിടയിലും നമ്മളുടെ BJPയുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി 20-ാം വാർഡിൽ നിന്ന് ജനവിധി തേടുന്ന VR സുനിൽകുമാർ നമ്മുടെ ഒപ്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. സുനിലേട്ട, നമസ്കാരം. അപ്പോൾ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, സുനിലേട്ടനെ വ്യക്തിപരമായിട്ട് ആരെയും പരിചയപ്പെടുത്തേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിൻ്റെ തന്നെയല്ല, പെരിങ്ങമേക്കര പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ പയ്യന്നൂർ ബ്ലോക്കിൽ സുനിലേട്ടനെ അറിയാത്ത ആളുകളില്ല. എല്ലാവർക്കും സുപരിചിതമായ ഒരു മുഖമാണ് സുനിലേട്ടൻ്റെ. അപ്പം എന്തുണ്ട് നമ്മുടെ ഈ ഫീൽഡുമായിട്ട് വർക്ക് ചെയ്ത് ഇറങ്ങുമ്പോഴത്തേക്കുള്ള അനുഭവങ്ങൾ? ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കാരണം നരേന്ദ്രമോദിജി ഈ ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവന്ന ഭരണ പരിഷ്കാരങ്ങൾ അത് ഏറ്റവും താഴെത്തട്ടി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത് ഭാരതീയ ജനതാ പാർട്ടി എന്തോ വലിയ അക്രമികളുടെ പാർട്ടിയാണ് എന്നുള്ള ധാരണ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാറി. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ബോധ്യം വന്നു. നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിൽ തന്നെ ക്രിസ്ത്യൻ മേഖലയിലുള്ള ഒരുപിടി ആളുകൾ സ്ഥാനാർത്ഥിയായിട്ട് വന്ന ഒരു സമയം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ശതമാനം വിജയം കൈവരിക്കാൻ കഴിയുമെന്നൊരു തോന്നൽ ഞങ്ങൾക്കും തോന്നുന്നുണ്ട്. അതിനെക്കുറിച്ചും കൂടെ എന്ന് പറയാം. ഇപ്പോൾ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പം നിലവിൽ ഈ പ്രാവശ്യം മത്സരിക്കുന്നത് 1-ാം വാർഡിൽ ജോയ് സെബാസ്റ്റ്യൻ, 19-ാം വാർഡിൽ ജോമിയ ജോയ്, പ്രാപ്പോയിൽ ബ്ലോക്ക് ഡിവിഷനിൽ മാർട്ടിൻ സണ്ണി. ഇങ്ങനെ 3 പേര് ഇപ്പോൾ ക്രൈസ്തവരായിട്ടുള്ള ഇവർ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ക്രൈസ്തവർ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ എത്ര വോട്ട് ചെയ്തു? എൻ്റെ വാർഡ്, അതായത് 160-ാം ബൂത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ നിന്ന് വോട്ട് BJPക്ക് ലഭിച്ചത്. അങ്ങനെ ചെറുപുഴ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് ക്രൈസ്തവരുടെ വോട്ട് നമുക്ക് ലഭിച്ചു. അതിന് ഒരു തർക്കമില്ല. കാരണം അവർ പറഞ്ഞത് നമ്മൾ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ, പണ്ട് കാലത്ത് നമ്മളെ അവർ വീട്ടിൽ കയറ്റിയില്ലായിരുന്നു. BJPക്കാരൊന്നും വീട്ടിൽ പ്രവേശനം ഇല്ലാത്തടത്ത് നമ്മളെ വിളിച്ച് ചായ തന്നിട്ട് ഞങ്ങൾക്ക് PM കിസാൻ സമ്മാൻ നിധി കൃത്യമായി ലഭിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് മിഷനിൽ കാർഡ് വായിക്കാൻ അടക്കമുള്ള മിഷന്, ഏണി, ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് 50% സബ്സിഡി ലഭിച്ചിട്ടുണ്ട്, ഗ്യാസ് കണക്ഷൻ ഞങ്ങൾക്ക് സൗജന്യമായി കിട്ടി. ഇതൊന്നും ഇന്ത്യ രാജ്യത്ത് ഇതിനു മുമ്പ് ആരും കൊടുത്തിട്ടില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇവിടെ രാജ്യത്തൊരു ഭരണ സംവിധാനം വന്നു എന്ന് പറഞ്ഞ ശ്രീ മോദിജി വന്നതിന് ശേഷമാണ്. അതിനുമ്പില്ല. അത് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇപ്പോൾ ഇന്നും ഇന്നലെയാക്കിയിട്ട് ഞങ്ങൾ വീടുകളിൽ കയറുമ്പോൾ PM കിസാൻ സമ്മാൻ നിധി കിട്ടാത്തവരായില്ല. തന്നെയല്ല, അതിപ്പം വർദ്ധിപ്പിക്കാൻ വേണ്ടി പോവാണ്. അത് 9,000 12,000 ആക്കി കേന്ദ്ര ഗവൺമെൻറ് വർദ്ധിപ്പിക്കും. അങ്ങനെ 12,000 ആക്കണമെന്നാണ് ഞങ്ങളുടെ സംഘം. നമ്മൾ 1000 രൂപ 12,000 രൂപ ആക്കണമെന്നും, ഒരു മാസം ഒരു വീട്ടിലേക്ക് 1000 ഉറുപ്പിക വന്നാൽ ആ വീട്ടിൽ സുഖമായി ജീവിക്കാം. ബാക്കി അന്നപൂർണ്ണ അന്നയോജന സൗജന്യ അരിയുണ്ട്, ഗ്യാസ് കണക്ഷനുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഒരു വീട്ടിൽ സുഖമായി ജീവിക്കുക. അത് രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കോ, കേരളത്തിലെന്നല്ല. കേരളത്തിൽ നിന്ന് വോട്ട് BJP കിട്ടുന്നില്ല, കേരളത്തിൽ അംഗങ്ങളില്ല, നിയമസഭയിൽ അംഗങ്ങളില്ല. പക്ഷേ ഈ രാജ്യത്ത് ഭരണ സംവിധാനം ചലിക്കുമ്പോൾ നമ്മളെല്ലാം അതിൻ്റെ ഗുണഭോക്താക്കളാണ്. എന്തായാലും സുനിലേട്ടൻ വിജയിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അക്കൂട്ടത്തിൽ തന്നെ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് നമ്മൾ ഓരോ വീടുകളിൽ ചെന്ന് കഴിയുമ്പോൾ? ജനങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ വീടുകളിൽ ചെല്ലുമ്പോൾ, ഞാനിപ്പോൾ ഭൂരിപക്ഷവും ഒറ്റയ്ക്കാണ് പോകുന്നത്, കൂട്ടായിട്ടല്ല ഞങ്ങൾ പോകുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഞാൻ ഒരു വീട്ടിൽ ഒറ്റയ്ക്കാണ് പരമാവധി പോകുന്നത്. ആ വീട്ടിൽ ചെന്ന് കയറിയിരുന്ന് അവർ കട്ടൻ ചായയൊക്കെ തരും, വെള്ളം തരും, അതൊക്കെ കുടിച്ച് അവരോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം, കാരണം ഞാൻ വോട്ട് ചോദിക്കുന്നത് നരേന്ദ്രമോദിക്കും താമരയ്ക്കുക. അത് കഴിഞ്ഞേ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞുള്ളൂ. പക്ഷേ എനിക്ക് അറിയാം, കാരണം കഴിഞ്ഞ കൊറോണ കാലത്തൊക്കെ ഞാനിവിടെ നല്ല രീതിയിലുള്ള പ്രവർത്തനം എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. അതെല്ലാം ജനങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ അന്നത്തെ 50 രൂപ തരാനുണ്ടായിരുന്നൊരു അമ്മ എനിക്ക് 100 രൂപ എടുത്തു തന്നു. മോനെ, അന്നത്തെ 50 രൂപ തരാനുണ്ടായിരുന്നു, മോൻ 100 രൂപ വെച്ചോന്ന് പറഞ്ഞു. ഞാനത് വാങ്ങിയില്ല. കാരണം അന്ന് പുളിങ്ങോത്ത് പോയി വാങ്ങിക്കൊണ്ട് കൊടുത്തതിന് വണ്ടിക്കൂലി എന്ന് പറഞ്ഞിട്ട് അമ്മ തരാൻ ശ്രമിച്ചത്. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെയുണ്ട്. അതുകൊണ്ട് തന്നെ 20-ാം വാർഡിൽ ഞാൻ വിജയിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കും. വിജയം കൈവരിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ വാർഡിന് വേണ്ടി ചെയ്യാൻ കഴിയും, 20-ാം വാർഡിന് വേണ്ടി എന്താണ് സ്പെഷ്യലായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം? D സദാനന്ദ മാഷൻ രാജ്യസഭ MP എനിക്ക് കൃത്യമായും വാക്ക് തന്നിട്ടുണ്ട്. സുനിലെ, നീ അവിടെ ജയിച്ചാൽ 50 ലക്ഷം രൂപ 3 മാസത്തിനുള്ളിൽ നീ പറയുന്ന പദ്ധതിക്ക് 20-ാം വാർഡിൽ ഞാൻ മേടിച്ചിരിക്കും. 20-ാം വാർഡിൽ നിന്ന് മാത്രം ചുരുക്കണ്ട, കാരണം 50 ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ്. അത് ഏതാണെന്ന് പഞ്ചായത്തിനും കൂടെ ഗുണകരമാണെങ്കിൽ അങ്ങനെ വെക്കുകയും, അതിനുശേഷം കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് എനിക്ക് കൊണ്ടുവരുന്നതിന് യാതൊരു തടസ്സമില്ല. കാരണം ഇത് ഞാൻ ഗ്യാരണ്ടി പറയുന്നു, മോദിയുടെ ഗ്യാരണ്ടിയാണ്. 50 ലക്ഷം രൂപ ഈ 3 മാസത്തിനുള്ളിൽ ഇവിടെ കൊണ്ടുവന്നിരിക്കും. അത് അദ്ദേഹം എനിക്ക് ഉറപ്പാണ്. അപ്പം സുനിലേട്ട, ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും വാർഡിൻ്റെ വികസനം വേണ്ടുന്ന രീതിയിൽ എത്തിയിട്ടില്ല എന്നാണോ സുനിലേട്ടൻ അഭിപ്രായപ്പെടുന്നത്? 100%. നമ്മുടെ കുണ്ടന്തരത്തുനിന്ന്
നരമ്പിൽ പാറയിലേക്കുള്ള ആ റോഡിൻ്റെ സ്ഥിതി എന്താ? ആ റോഡ് ഇതുവരെ ടാർ ചെയ്യാൻ വേണ്ടി സാധിച്ചോ? ജൽജീവൻ മിഷൻ അത് കുത്തിപ്പൊളിച്ചിട്ടിട്ട് പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ അത് റീടാർ ചെയ്യുകയോ കോൺക്രീറ്റ് ചെയ്യുകയോ ചെയ്തു. ഇവിടെ ഈ വാർഡിൽ മാത്രമേ ചെയ്തില്ല. മച്ചിയിൽ നിന്ന് വാവൽമടക്കുള്ള റോഡ് അതിന് നടന്നു പോകാൻ വേണ്ടി പറ്റുമോ? ഇത്രയും കാലം ഇവിടെ ഭരിച്ചിട്ട്, ഈ കഴിഞ്ഞ പഞ്ചായത്ത് മെമ്പർ ഭരിച്ചിട്ട് ആ 2 റോഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട MP ആവശ്യപ്പെട്ടത് ഈ റോഡിന് പണം തരണമെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സടക്ക് യോജനപ്പെടുത്താൻ പറ്റില്ല. കാരണം അതിനുള്ള ദൈർഘ്യം അതിനില്ല. നിശ്ചിത കിലോമീറ്റർ വേണം, 3.5 കിലോമീറ്റർ ഉണ്ടെങ്കിലേ സടക്ക് യോജനപ്പെടുത്താൻ പറ്റുള്ളൂ. അന്നേരം പറഞ്ഞു 50 ലക്ഷം രൂപ തരാം. പക്ഷേ റോഡ് ഞാൻ മറ്റേതെങ്കിലും തരത്തിൽ വയ്ക്കാലും ഈ പണം ഈ വാർഡിൽ തന്നെ പരമാവധി നമുക്ക് വിനിയോഗിക്കാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് തികഞ്ഞ പരാജയമായിരുന്നു. 100% പരാജയപ്പെട്ട ഒരു മെമ്പറായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. അവർക്ക് വേണ്ടി എത്ര സമരം നടന്നു? നിങ്ങൾ സംപ്രേഷണം ചെയ്തതല്ലേ. ഇവിടെ ഞങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി ഈ 19-ാം വാർഡിൽ ഈ മെമ്പർക്കെതിരെ സമരം നടത്തി. BJPയും CPM മറ്റ് രാഷ്ട്രീയം ഇല്ലാത്തവരെല്ലാം കൂടെ ഒന്നിച്ച് 100% പരാജയപ്പെട്ടതാണ് അവർ വികസനം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടേ ഇല്ല. ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ അടുത്ത് എന്താണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത്? ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് ജനങ്ങളെ സമീപിക്കുമ്പോൾ ചർച്ചയാവുന്നത്, ജനങ്ങൾ തന്നെ ചോദിക്കുന്നത്, അത്ഭുതത്തോടുകൂടി മൂക്കത്ത് വിരൽ വെച്ച് ചോദിക്കുന്നത് ഈ ശബരിമല വിഷയമാണ്. ശബരിമല വിഷയം എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇവിടെ നല്ല രീതിയിൽ ഭരിക്കുന്നു എന്നൊരു കാഴ്ചപ്പാടാണ്. പക്ഷേ ഈ ശബരിമലയിൽ വലിയ അഴിമതിയാണല്ലോ. പരമാവധി സാധനങ്ങൾ അവിടെ നിന്ന് ഊരിക്കൊണ്ടുപോയി. ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് സാധാരണ ജനങ്ങൾ വിശ്വസിച്ചിട്ടില്ല. അപ്പോൾ ഈ ശബരിമലയെ തകർക്കുക എന്നുള്ളതായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ ലക്ഷ്യം. ആദ്യമേ ബിന്ദു അമ്മണീനെ അവിടെ കൊണ്ട് കയറ്റാൻ ശ്രമിച്ചു. അതിനെ പരാജയപ്പെട്ടപ്പോൾ അയ്യപ്പ സംഗമം വെച്ചു. ഇപ്പോൾ അതാ അവിടെ നിന്ന് കൊണ്ടുപോകാവുന്ന മുഴുവൻ സ്വർണവും പണവും അവിടെ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾ കാണും. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. അവർ തന്നെ നമ്മൾ ചെല്ലുമ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഭരണകാലം, നരേന്ദ്രമോദി ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്, ഇത് രണ്ടും കൂടെ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾക്ക് താമര ചിഹ്നത്തിൽ ആൾക്കാർ വോട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. അത് ഇതിനു മുമ്പ് തന്നെ നമുക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായി. ഇപ്രാവശ്യവും നമ്മൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. ജനങ്ങളുടെ പ്രതികരണവും അങ്ങനെയാണ്. അതുകൊണ്ട് എല്ലാവരും താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്തിട്ട് BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്നും അതുകൊണ്ട് 20-ാം വാർഡിൽ നിന്ന് എന്നെ തിരഞ്ഞെടുക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. നമ്മളോടൊപ്പം പങ്കുചേർന്നതിൽ സന്തോഷം. എല്ലാവിധ രീതിയിലുള്ള വിജയാശംസകളും നേരുകയാണ്. ഓക്കെ. അപ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥിയുമായി നമുക്ക് വീണ്ടും കാണാം തിരഞ്ഞെടുപ്പ് വഴികളിലൂടെ. മലയോര മേഖലയുടെ സ്ഥിരാകേന്ദ്രമായ ചെറുവഴിയിൽ സ്വാദേറും ഇഷ്ടഭക്ഷണ വിഭവങ്ങളുടെ മേള സമ്മിശ്ര രുചിക്കൂട്ടിൽ 6 പതിറ്റാണ്ടിലേറെ കാലമായി കുടുംബഹൃദയങ്ങൾ കീഴടക്കിയ മഹനീയ നാമം പ്രശാന്ത് ഹോട്ടൽ, മേലെ ബസാർ, ചെറുപുഴ. ഭക്ഷണം കഴിക്കുന്നവനും വിളമ്പുന്നവനും മനസ്സുകൊണ്ട് തൃപ്തിയുടെ വാതായനം തുറക്കുന്ന ഭക്ഷണശാല ഹോട്ടൽ പ്രശാന്ത്, മേലെ ബസാർ, ചെറുപുഴ. നാടൻ രുചിയുടെ തനിവ് നഷ്ടപ്പെടാതെ കൊതിയൂറും വിഭവങ്ങളും ഇന്നിൻ്റെ വർത്തമാന കാലഘട്ടത്തിന് അനുയോജ്യമായ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകളും മനം നിറയെ ആവോളം ആസ്വദിക്കുവാൻ ഹോട്ടൽ പ്രശാന്ത്, മേലെ ബസാർ, ചെറുപുഴ. ഫാമിലി സൗകര്യം കൂടാതെ വിവാഹം, മറ്റു വിശേഷങ്ങൾ എന്നിവ ആഘോഷിക്കുവാൻ വിശാലമായ ഓഡിറ്റോറിയം. ഇത് ചെറുപുഴയിൽ പ്രശാന്ത് ഹോട്ടലിൻ്റെ മാത്രം പ്രത്യേകത. പ്രശാന്ത് ഹോട്ടൽ, മേലെ ബസാർ, ചെറുപുഴ. ഫോൺ 9447 300 157. പ്രശാന്ത് ഹോട്ടൽ, മേലെ ബസാർ, ചെറുപുഴ.